ഇത് കാട്ടിൽ നിന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇതിൻ്റെ പ്രത്യേകത എപ്പോഴും ഇങ്ങനെ പൂടും, ഇതിങ്ങനെ കായാവും. കണ്ടില്ല, ഇതിങ്ങനെ പൂടും എപ്പോഴും. കണ്ടില്ല, ഇതിപ്പോൾ ഇവിടെ വേറെ പൂ വരുന്നതാ. ഇതൊക്കെ കായായതാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇങ്ങനെ ഒരു ഭാഗത്ത് പൂക്കും, ഒരു ഭാഗത്ത് കായാവും. അതേമാതിരി എല്ലാവരും പറയും കുളമ്പ് കാഴ്ച നേരം വെക്കുന്നുണ്ട്, കുളമ്പ് നല്ല മാങ്ങയാണ് പറഞ്ഞിട്ടല്ലേ കാഴ്ച നേരം വെക്കുന്നുണ്ട്. ഈ ചെറിയ മരത്തിനാണ് കാഴ്ച. മാങ്ങൊക്കെ പിടിക്കും, ഈ 2-3 മാങ്ങ എന്തായാലും പിടിക്കും. എന്താ ചെറിയ മാവട്ടെ, ഉള്ളിലേറട്ടെ, ഈ വലിപ്പുള്ളൂ. അതിന് വലിയ വലിയ തേക്കുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തൊക്കെ മുന്നേ കായ്ച്ചതാണ്. അങ്ങനെ തന്നെ സ്ട്രോബെറി പേര എല്ലാവരും പറയും വല്ല കായ് കൊടുത്തില്ല, കായുണ്ടാകാൻ പണിയാണ്. ഒരട്ടം കായ് ഉണ്ടാകും, അപ്പോൾ രണ്ടാമത് പിന്നീട് അങ്ങനെ പോകുന്നു. എന്താ ഫുള്ള് നിറച്ചും പൂക്കളാണ്, ഫുള്ള് പൂക്കളാണ് നിറച്ചും, അടിയിലും മേലെയൊക്കെ. ഈ ബേറാപ്പിള കൊല കുത്തി ഇങ്ങനെ കാഴ്ച കാണാൻ എന്ത് രസമാണ്, വല്ലാത്ത രസമാണ്. എല്ലാ കൊമ്പും നിറച്ചിങ്ങനെ കാഴ്ച കാണുന്ന രസം ഉണ്ടല്ലേ. ഇപ്പോൾ ഫുള്ള് അതായത് ഈ സപ്പോർട്ട് ഉണ്ടല്ലോ, ചിലവരും കായ്ക്കണേ അല്ല തണലത്ത് വെച്ചാൽ കായ്ച്ചില്ല, വെയിലത്ത് വെച്ചാൽ നല്ല ഉസാറായിട്ട് കഴിയും, നല്ല കാച്ചിലാണ്. ചെറിയ മരത്തിന് വേണ്ടി നിങ്ങൾ ഫുള്ള് കായാണ്, ഫുള്ള് കായ്. ഒരൊറ്റ മരത്തിന് വരാം, എന്താ ഫുള്ള് കായാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ കായുണ്ട്, നിറച്ച് കായ. സംഭവം ഇത് നമ്മൾ ജസ്റ്റൊക്കെ ഒന്നിങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഉസാറാക്കിയുണ്ടല്ലോ, ഏത് നല്ലോണം ഉണ്ടാവും. ഒക്കെ കായ് പിടിക്കുന്നുള്ള പൂ മൊത്തം കായ് പിടിച്ചാലുള്ള പരിപാടി ഉണ്ട്, ചെയ്യുന്നുണ്ടല്ലോ. ഫുള്ള് കായാവും. നല്ല സൂര്യപ്രകാശമാണ് ആദ്യം കിട്ടുന്നത്, പിന്നെ വെള്ളം പാകും. ഇതിൻ്റെ പൊളിക്കുന്നത് ഈ ഗോൾഡിൻ്റെ തെയ്യ, ചെറിയ തെയ്യ. ഒരു മാങ്ങ ഞാൻ പറിച്ചു, പറിച്ചപ്പോൾ കണ്ടില്ല ഫുള്ള് ഇത് വന്നത്, കൊമ്പുകൾ വന്നു, ശിഖരങ്ങൾ വേറെ വന്നുകൊണ്ടോ നല്ല ബുഷായിരുന്നു. അപ്പോൾ അപ്പോഴത്തെ പിന്നെ അതാ പൂത്ത്. അപ്പോൾ ഇതൊരു ഓൾ സീസണായിട്ട് തോന്നുന്നത് നാമഡോക്കുമായി. പുറത്തുണ്ടോ ഇതേ മാവുമ്മൽ മാങ്ങ പറിച്ചതിന് പിന്നെ ഇതാ പൂടുന്നു. ഇതൊക്കെ ഓൾ സീസണാണോ ഒരു സംശയം എനിക്ക്. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.